ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ 1995 മുതൽ പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. അധികാരത്തിലില്ലാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനയെ ഏതു വിധത്തിൽ ശോഷിപ്പിക്കും എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ ഗുജറാത്തിൽ അത്ര എളുപ്പത്തിൽ കോൺഗ്രസ് ദുർബലമായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുക, കോൺഗ്രസ് അവിടെ 11 സീറ്റിൽ വിജയിച്ചിരുന്നു. 2009 BJP 15 സീറ്റിൽ വിജയിച്ചു. അന്ന് 43.86% വോട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അവിടെ നിന്നാണ് 2014 2019 ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത്. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പെട്ടെന്ന് 2009 11 സീറ്റ് ഉണ്ടായിരുന്നു, 2014 എത്തുമ്പോൾ 0 ആവുന്നു. അത് ഈ നരേന്ദ്രമോദി ഫാക്ടർ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകാൻ മത്സരിക്കുന്നു എന്ന തോന്നൽ ഗുജറാത്തികൾക്കുണ്ടാക്കിയ ഒരു ഇമോഷൻ, അത് മാത്രമാണോ അതോ ഈ കോൺഗ്രസ് സ്വമേധയാ അവരുടെ സംഘടന ദുർബലമായത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് പോകാനിടയാക്കിയ ഒരു കാരണം? 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. മോദി ഫാക്ടർ ഉണ്ട് വളരെ അധികമായിട്ട്. അതിനു മുമ്പ് അഡ്വാനി ഫാക്ടർ ഉണ്ടായിരുന്നു, അഡ്വാനി നരേന്ദ്രമോദി. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹിന്ദുത്വ ഫാക്ടർ, മുസ്ലിം ഹിന്ദു റിഫ്റ്റ്. ഗോദ്രയ്ക്ക് ശേഷം ഇത്ര അധികമായിരുന്നു, വളരെ അധികം വേറൊരു സ്റ്റേറ്റിൽ ഇല്ലാത്ത മാതിരി ഈ സെഗ്രിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്ക്. അത് വളരെയധികം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സെഗ്രിഗേഷൻ ആണ്. ആൾക്കാർ ഹിന്ദുസും മുസ്ലിങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ തന്നെ ഇല്ലെന്നായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ആ രീതിയിൽ സ്റ്റേറ്റിനെ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ്. മുസ്ലിങ്ങൾ ഒരു സെപ്പറേറ്റ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള സർവൈവൽ ആണ് ഈ സ്റ്റേറ്റില്. അത് മജോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി. കോൺഗ്രസ് പ്രോപ്പറായിട്ട് അത് കൗണ്ടർ ചെയ്തില്ല. ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും ആ ഐഡിയോളജിയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഐഡിയോളജിയും തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോദി ഫാക്ടർ. പിന്നെയുള്ളത് കോൺഗ്രസിന്റെ വലിയ സീനിയർ ലീഡേഴ്സ് എല്ലാവരും തന്നെ ഈ ശങ്കർ സിംഗ് വഗേല പോലെയുള്ളവർ BJP വന്ന ആൾക്കാരും തിരിച്ചു പോവുകയും അവർക്കൊന്നും എന്തോ അതൊക്കെ ഒത്തിരി സെൻട്രൽ ലീഡർഷിപ്പിന്റെ വീക്ക്നെസ്സുകളുമാണ്. അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ കൂട്ടത്തില് എന്താ പറയുന്നത് എൻകറേജ് ചെയ്യുന്ന രീതിയിലൊന്നും ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്റ്റേറ്റ് മാതിരി ആയി ഓഫ് ലേറ്റ്. അത് ഞങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് ശ്രമിച്ചാലും കിട്ടത്തില്ല എന്നുള്ളൊരു ഗിവിങ് അപ്പ് മാതിരി ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷന് വന്നത്. അപ്പം ഈ കംപ്ലീറ്റ് ഈ ഭാരത് യാത്ര, മോദിയുടെ ഭാരത് യാത്ര ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണല്ലോ. അത് കോൺഗ്രസ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ല. അത്ര മോശമൊന്നുമല്ല. കാരണം അത് 2017 ഇലക്ഷന് മോശമല്ലെന്ന് തെളിയിച്ചല്ലോ, തെളിയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരാ റീഡിങ് ഓൺ ദ വോൾ, ആരാ ഇത് ഈ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ കോൺഗ്രസിൽ ആരും ഇല്ല. അന്നത്തെ കാലത്തും ഇല്ല, ഇന്നത്തെ കാലത്തും ഇല്ല.